ലൈവ് റിപ്പോർട്ട്സ് ആദ്യം പോകുന്നത് ഛത്തീസ്ഗഡിലേക്കാണ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. AICC സംഘവും സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീകാന്ത് ഛത്തീസ്ഗഡിലുണ്ട്. ശ്രീകാന്ത് ഇപ്പോൾ ഉള്ളത് ഛത്തീസ്ഗഡിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ്. ഇപ്പോൾ അവിടെ കൂടിക്കാഴ്ച നടത്തുകയാണ് അനൂപ് ആന്റണി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രാഖി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാളുമായ വിജയ് ശർമ്മയുടെ വീട്ടിലാണ്. ഇവിടെയാണ് ഇപ്പോൾ അനൂപ് ആന്റണി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ചർച്ച നടത്തുന്നത്. വിജയ് ശർമ്മയുമായി അല്പസമയം മുമ്പ് ചർച്ച ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 15-20 മിനിറ്റോളമായി കഴിഞ്ഞു ഈ ചർച്ച തുടങ്ങിയതിന് ശേഷം. അല്പസമയത്തിനകം വിജയ് ശർമ്മയെ കണ്ട് അനൂപ് ആന്റണി പുറത്തേക്ക് വരും. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരു കാര്യം ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ കേസുമായി ബന്ധപ്പെട്ട ചില അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് മതപരിവർത്തനവും അതോടൊപ്പം മനുഷ്യക്കടത്തും നടന്നു എന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. പോലീസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ് സായി ഇക്കാര്യം വ്യക്തമാക്കിയത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇത് ബസ്തറിലെ പെൺമക്കളുടെ സുരക്ഷയുടെ കാര്യമാണ്. അക്കാര്യത്തിൽ നിങ്ങൾ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ നിങ്ങൾ മതവും കലർത്തരുത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചത്. അതിനാൽ സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ ഇടയുള്ള കാര്യം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇന്നലെ തന്നെ പറഞ്ഞതും അതുതന്നെയാണ്. നിയമത്തിന്റെ വഴിക്ക് പോകും. ഇക്കാര്യത്തിൽ രാഷ്ട്രീയവും മതവും കലർത്തരുത്, അതിന്റെ നിറം കൊണ്ടുവരരുത് എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്. പക്ഷേ ഒരു കാര്യം ഇതിൽ ചൂണ്ടിക്കാണിക്കേണ്ടത്, കേരളത്തിലെ BJP ഘടകം അവർ ഈ കാര്യത്തിൽ സജീവമായി തന്നെ ഇടപെടുന്നുണ്ട്. ആദ്യം തന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ കാര്യം, ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നത്തിൽ നിരപരാധികൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട നിയമസഹായം നൽകും, അവരെ പുറത്തെത്തിക്കുന്നതിനുള്ള ശ്രമമുണ്ടാകും, അവർക്ക് നീതി വാങ്ങി നൽകുന്നതിന് വേണ്ടി ഇടപെടും എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇതിൽ കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. അനൂപ് ആന്റണി ഏതാണ്ട് 15-20 മിനിറ്റിലധികമായി ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മയുമായി ചർച്ച നടത്തുന്നു. ആ ചർച്ച ഇനിയും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആഭ്യന്തരമന്ത്രിയുടെ വീടിന് ഉള്ളിലാണ്. ഇവിടെ വെച്ചാണ് ചർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത വരികയും മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ബസ്തർ ഉൾപ്പെടുന്ന മേഖല മാവോയിസ്റ്റ് സാന്നിധ്യം ഏറെ ഉണ്ടായിരുന്ന മേഖലയാണ്. ഓപ്പറേഷൻ സമാധാൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ പ്രശ്നത്തിന് ഈ മാവോയിസ്റ്റ് മുക്തമാക്കി ഈ പ്രദേശത്തെ മാറ്റാൻ കഴിഞ്ഞത്. പക്ഷേ ഈ പ്രദേശത്തു നിന്നും പെൺകുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ, പ്രത്യേകിച്ച് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൽ ഒരു സുരക്ഷാപരമായ കാരണങ്ങൾ ഉണ്ട്. ഒന്ന്, ഇവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ പ്രത്യേക സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ടതാണ്. അതിനാൽ കൂടിയാണ് ഈ വിഷയത്തിൽ പ്രത്യേകമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അനൂപ് ആന്റണിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അനൂപ് ആന്റണി ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ പുറത്തേക്ക് വന്നതാണ്. അതായത് സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായി അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹം പുറത്തേക്ക് വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ വിഷയത്തിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ഈ വിഷയം. അത് ഇപ്പോഴൊന്ന് കെട്ടടങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനിടയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ CPIMൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഇതിൽ വർഗീയമായും അതോടൊപ്പം രാഷ്ട്രീയമായുമുള്ള മുതലെടുപ്പുകൾക്ക് ശ്രമം നടക്കുകയും ചെയ്തു. അതിൽ ഇപ്പോൾ കൃത്യമായ ഇടപെടൽ നടത്തുകയാണ് BJP സംസ്ഥാന ഘടകം. ഷോൺ ജോർജ് ഈ വിഷയമുണ്ടായ ഘട്ടത്തിൽ തന്നെ സഭയുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷം അനൂപ് ആന്റണിയെ തന്നെ ഛത്തീസ്ഗഡിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം രാഖി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമുണ്ട്. പുറത്തേക്ക് വന്ന വാർത്തകളിൽ പലതും ഇതിൽ വാസ്തവമല്ലാത്തതും വ്യാജം കലർന്നതുമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഛത്തീസ്ഗഡിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം മതപരിവർത്തന നിരോധന നിയമം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അവിടുത്തെ ആദിവാസി വിഭാഗങ്ങളെ
കൂട്ടത്തോടെ മതം മാറ്റുന്ന ഒരു പ്രക്രിയ 1968 ഈ പ്രക്രിയ നടന്ന ആ സന്ദർഭത്തിൽ 1968 കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഇവിടെ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുന്നത്. ആ മതപരിവർത്തന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടികളാണ്. രണ്ടാമത് മാവോയിസ്റ്റ് മേഖലയാണ്. ബസ്തർ ഉൾപ്പെടുന്ന നാരായൺപൂർ ഉൾപ്പെടുന്ന മാവോയിസ്റ്റ് മേഖലയാണ്. അവിടെ ഈ രീതിയിലുള്ള പരിപാടികൾ നടക്കുമ്പോൾ, അവിടെ ഈ രീതിയിലുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ, അവിടെ നിന്നും പെൺകുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സർക്കാർ കൂടുതൽ ശ്രദ്ധാലുക്കളാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇവരോട് രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ, ഇവരോട് സംസാരിച്ചപ്പോൾ സർക്കാരിന് സംശയങ്ങൾ തോന്നുകയും പോലീസിന് സംശയങ്ങൾ തോന്നുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് അറസ്റ്റിലേക്ക് പോയത്. ഏതെങ്കിലും സംഘടന ഇവരെ തടഞ്ഞു വെക്കുകയോ ഏതെങ്കിലും സംഘടന ഇവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഒരു നരേറ്റീവ്, ഛത്തീസ്ഗഡിൽ ഇങ്ങനെ സംഭവിച്ചു എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കുകയായിരുന്നു മാധ്യമങ്ങളടക്കം ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി പകർത്താൻ നമുക്ക് അവസരം കിട്ടുന്നുണ്ട്. അതായത് ഉള്ളിൽ ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയുടെ ദൃശ്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമുക്ക് പുറത്തേക്ക് കിട്ടുകയും ചെയ്യും. ഇതിൽ രാഖി എടുത്തു പറയേണ്ടത്, ഈ ബസ്തർ, ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ബസ്തറിനെ കുറിച്ചാണ്. ഈ മാവോയിസ്റ്റ് മേഖല, അതോടൊപ്പം തന്നെ ആദിവാസി മേഖല, അവിടെ നിന്നുള്ള കുട്ടികളെയൊക്കെ തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് കാര്യമായി തന്നെ തടസ്സങ്ങൾ ഉണ്ട്. അത് സർക്കാർ കൃത്യമായി അതിനെതിരെ നടപടി സ്വീകരിക്കും എന്നുള്ളത് ഇവർക്കറിയാവുന്നതുമാണ്. ഈ മേഖലയിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തുടർച്ചയായി മതപരിവർത്തനം നടക്കുന്ന മേഖല തന്നെയാണിത്. സർക്കാർ അതിനാൽ തന്നെയാണ് കർശനമായ നടപടികൾ അക്കാര്യത്തിൽ സ്വീകരിച്ച് പോരുകയും ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതിൽ ചില അവ്യക്തതകളുണ്ട് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ അനൂപ് ആന്റണി കൂടി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അക്കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത്. ഈ കന്യാസ്ത്രീകളുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാകും. പക്ഷെ ഒരു കാര്യം പറയേണ്ടത് രാഖി, ഇന്നലെ ഒരു പെൺകുട്ടിയുടെ പ്രതികരണം നമ്മൾ നൽകിയിരുന്നു. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. അവൾ പറയുന്നത് തനിക്കറിയില്ലായിരുന്നു തന്നെ ആഗ്രയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന്. ആ പെൺകുട്ടി കൂടി ഇക്കാര്യം പറഞ്ഞ ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കർശനമായ നടപടിയിലേക്ക്, കർശനമായ നിലപാടിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. സർക്കാർ കർശനമായ നടപടി സ്വീകരിക്കുകയും ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഈ ഛത്തീസ്ഗഡ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രി അനൂപ് ആന്റണിയുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഈ ചർച്ച തുടങ്ങിയിട്ട്. അരമണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രി, ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള വിജയ് ശർമ്മയുമായി ചർച്ച തുടങ്ങിയിട്ട് ഏതാണ്ട് അരമണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അതായത് കന്യാസ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സജീവമായ ഇടപെടൽ BJP സംസ്ഥാന ഘടകത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ സാധിക്കുന്നത്. അതായത് അനൂപ് ആന്റണി ഇന്നലെ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം, സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം ഡൽഹിയിലെത്തുകയും അവിടെ നിന്ന് രാവിലെ ഛത്തീസ്ഗഡിലേക്ക് പുറപ്പെടുകയുമായിരുന്നു. നേരെ അദ്ദേഹം എത്തിയത് ഈ വിജയ് ശർമ്മയുടെ, ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്കാണ്. അദ്ദേഹവുമായി അരമണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ചർച്ച നടന്നു. ഇപ്പോഴും അതിനുള്ളിൽ ചർച്ച നടക്കുന്നുണ്ട്. അതിനുശേഷം അതിന്റെ പ്രതികരണം വരും എന്നാണ് മനസ്സിലാകുന്നത്. രാഖി, ഞാൻ